ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെത്തിച്ച സ്വർണ്ണപ്പാളികൾ അടിയന്തരമായി സന്നിധാനത്ത് തിരികെ എത്തിക്കണമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്നുള്ള ആവശ്യവുമായി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചു. ചെമ്പ് പാളികളിൽ പൂശിയിരുന്ന സ്വർണ്ണമുരുക്കിയ നിലയിലാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലുള്ള സ്വർണ്ണപ്പാളികൾ അത് തിരിച്ച് സന്നിധാനത്ത് എത്തിക്കുന്നതിനുള്ള സാങ്കേതികമായ തടസ്സങ്ങളാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ റിവ്യൂ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ആ സ്വർണ്ണപ്പാളികളിലെ സ്വർണം അത് ഉരുക്കി ഇപ്പോൾ ദ്രവരൂപത്തിലാണുള്ളത്. ആ പാളികളുടെ അറ്റകുറ്റപ്പണികൾ നിലവിൽ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് അടിയന്തരമായി തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞാൽ അതിന് കഴിയില്ല എന്നതാണ് ദേവസ്വം ബോർഡ് ആ റിവ്യൂ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന നിലപാട് എല്ലാ സുതാര്യതയും ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ അറ്റകുറ്റപ്പണികളിലേക്ക് പോയിരിക്കുന്നത്. തന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലുള്ള സ്വർണ്ണപ്പാളികളിലെ തകരാറ് പരിഹരിക്കാൻ തീരുമാനിച്ചത്. അത് വീഡിയോഗ്രാഫി ചെയ്താണ് ആ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അതിൽ എല്ലാ സുതാര്യതയും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതാണ്ട് 60 ഗ്രാമോളം സ്വർണ്ണമാണ് ഇതിലുള്ളത് എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. ഇത് യഥാർത്ഥത്തിൽ ചെമ്പ് തകിടാണ്, അതിൽ സ്വർണം പൂശിയതാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അറിവില്ലാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നതാണ്. അത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് പ്രകാരം ശബരിമലയിലെ ഏതൊരു നിർമ്മാണ പ്രവൃത്തികൾക്കും കോടതിയുടെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട്. അതും ഉണ്ടായിട്ടില്ല. അതാണ് പ്രധാനമായും ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് നയിച്ചത്. എന്തായാലും ദേവസ്വം ബോർഡ് എടുക്കുന്ന നിലപാട് എന്നത് ഇത് ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിനെതിരായി വന്നിരിക്കുന്ന ഹൈക്കോടതി വിധി അത് തിരുത്തണമെന്നതാണ് ഇപ്പോൾ അവർ ഈ റിവ്യൂ ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത്.